the Lord. ഇന്നും ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മളെയും കർത്താവ് അടുത്തൊരു ലെവലിൽ കൂട്ടിക്കൊണ്ട് പോകുകയാണല്ലോ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നതുപോലെ കഴിഞ്ഞ ആഴ്ചകളില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കുകയും നമ്മുടെ അകത്ത് ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ശക്തിയാൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ മറുപടികളെക്കുറിച്ചുമൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. പ്രാക്ടീസിങ് ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ പ്രവർത്തനിക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം ചെയ്തെടുക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചും ആണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ചയായി ഒരു വാക്യം വായിച്ച് ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് സഹായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. മതി, ബാക്കി വാക്യങ്ങൾ പിന്നെ വായിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ, മലയുടെ മുകളിൽ മോശ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യം പോലെ, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. പ്രമാണങ്ങൾ നൽകുവാൻ ദൈവം ഉപയോഗിച്ച ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് വർദ്ധിച്ചതുപോലെ, യേശുവാണ് എന്ന് തിരിച്ചറിയാത്ത അളവിലെങ്കിലും അല്ല, യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ, ഏതളവിലാണെങ്കിലും അനുഭവിക്കുവാൻ ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ താങ്ക് യു ലോർഡ് ഒരു സാന്നിധ്യം ഈ ആരാധനയിൽ മാത്രമല്ല, ഈ വരുന്ന 2 ആഴ്ചകൾ കൂടെ നീണ്ടു നിൽക്കുന്ന ദൈവപ്രവൃത്തികൾക്കായി ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുകയാണ്. ഈ ആലയത്തിൻ്റെ അകത്ത് മാത്രമല്ല, ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന വീഡിയോയിൽ കൂടെ, കർത്താവേ, ഓഡിയോ മീഡിയയിൽ കൂടെ, വ്യത്യസ്ത മീഡിയകളിൽ കൂടെ ഞങ്ങളോടൊപ്പം ആരാധനയിൽ ദൈവ സാന്നിധ്യവും ദൈവകൃപയും ആഗ്രഹിച്ച ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ ഭവനങ്ങളെയും ഈ സമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സഭയായി ആ ദൈവപ്രവൃത്തികൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കരങ്ങളും ചേർന്ന് ഒരു നിമിഷം ഉയർത്തി ദൈവകരങ്ങളിലെ നമ്മളെ തന്നെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ലോർഡ്, വി ലിഫ്റ്റ് അപ്പ് യുവർ ഹോളി നെയിം. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാലും. കർത്താവേ, ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സാന്നിധ്യം ഞങ്ങളെ ഒന്ന് തൊടുവാൻ, ആ സാന്നിധ്യം ഞങ്ങളെ ഒന്ന് തൊടുവാൻ, ഞങ്ങളിലേക്ക് പകരേണ്ടത് പകരത്തക്കതുപോലെ ഞങ്ങളെ ഒന്ന് തൊടുവാൻ, ബലഹീന മൺപാത്രങ്ങളെ ഒന്ന് ബലപ്പെടുത്തുവാൻ, ധൈര്യമില്ലാത്ത മനസ്സുകളെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, ശക്തിയില്ലാത്ത ആത്മമണ്ഡലത്തിലേക്ക് ശക്തി ഒന്ന് പകരുവാൻ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ, ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി അതിൻ്റെ പൂർണ്ണ ബലത്തിൽ ഒന്ന് വ്യാപരിക്കുവാൻ, ആത്മാവിൻ്റെ അധികാരത്താൽ ഞങ്ങളൊന്ന് നിറയുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞങ്ങളെ പിന്തുടരുവാൻ, ഞങ്ങളോ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ, ശാപത്തിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭയും കുടുംബങ്ങളും വ്യക്തികളും ഒന്ന് കടക്കുവാൻ, പരാജയങ്ങളെയും രോഗങ്ങളെയും പൈശാചിക മണ്ഡലങ്ങളെയും ശത്രുവിൻ്റെ ആയുധങ്ങളെയും തകർത്തുകൊണ്ട് സഭയ്ക്കകത്ത് ഒരു വലിയ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവിക പ്രവൃത്തികളുടെ ആഴങ്ങളും വെളിപ്പെട്ടു വരുവാൻ, ഇന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ചില നിമിഷങ്ങൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എന്നീ വചനത്തിൽ കൂടെ വെളിപ്പെടേണ്ട ചില ആത്മീയ സത്യങ്ങൾ, വെളിപ്പെട്ടു വരേണ്ട ചില ആത്മീയ വെളിപ്പാടുകൾ, വെളിപ്പെട്ടു വരേണ്ട ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ ഇതാ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥിച്ച് ഞങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നിമിഷം മുതൽ അങ്ങയുടെ സാന്നിധ്യമുള്ളതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി പറയട്ടെ. ആമേൻ. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വായിക്കേണ്ട, യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ബൈ ദ വേ, ഇത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് മുൻപിൽ പ്രത്യക്ഷനായപ്പോൾ അവരുടെ മേൽ ഊതി. 20-ാം അധ്യായത്തിൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ തന്നെത്താൻ വീണ്ടും വെളിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുവാൻ. നമ്മൾ വായിച്ച് ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ 11-ാമത്തെ വാക്യം വായിക്കും. അവിടെ ഒരു വലിയ അത്ഭുതം കാണുവാൻ സാധിക്കും. ആ അത്ഭുതത്തെക്കുറിച്ചും വിവരിക്കും. എങ്കിലും അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം സഭ മറക്കല്ല. നമ്മൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ അത്ഭുതങ്ങൾ കാണും, നമ്മൾ അത്ഭുതങ്ങൾ അനുഭവിക്കും. എങ്കിലും നമ്മൾ അത്ഭുതങ്ങളിലല്ല ജീവിക്കുന്നത്, നമ്മൾ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല.
അത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും ഇന്ന് 25 രൂപ മാത്രം കയ്യിലുള്ളവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ എങ്ങനെ നടക്കും, ഒരു അത്ഭുതം ദൈവം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. ഇന്ന് അത്ഭുതങ്ങളുടെ ശൈശവത്വത്തിൽ നിൽക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ചില നാളുകൾക്കകം അനുഗ്രഹം, ഇന്നലെ ഞങ്ങൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നത്തേതിൽ അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം വരികയില്ല. ചില അത്ഭുതങ്ങളെക്കാൾ അധികം ചില അനുഗ്രഹങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയിരിക്കും. അതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളുടെ ആവശ്യമില്ലെന്നാണോ? നോ, അത്ഭുതങ്ങളും ആവശ്യം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം തൻ്റെ വചനത്തെ തെളിയിക്കും. നമ്മൾ ഒരു അത്ഭുതം കഴിയുമ്പോൾ അടുത്ത അനുഗ്രഹത്തിൻ്റെ ലെവലിലേക്ക് വളരുകയാണ്. ഇവിടെ കാണുന്നത് വലിയൊരു അത്ഭുതത്തിലേക്കാണ് നമ്മൾ ഇന്നും ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ മുൻകൂർ ജാമ്യം എന്നതുപോലെ ഇത് ആദ്യമേ പറയുവാൻ കാര്യം, അത്ഭുതങ്ങളെക്കുറിച്ച് അധികം പറയുമ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരാണ്, അത് ആഗ്രഹിക്കുന്നവരാണ്. എങ്കിലും അതിനേക്കാൾ ഉപരി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവിത ആ ശൈലിയിലേക്ക് നമ്മൾ മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മറക്കല്ല. കാര്യം, അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നാണ്. സോ ഇന്ന് അത്ഭുതത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്ന. ബൈ ദ വേ, യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പറഞ്ഞതിന് ശേഷം നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് എൻ്റെ മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ, ലീഡർഷിപ്പ് ആൻഡ് ദ വർക്ക്സ് ഓഫ് ദ സ്പിരിറ്റ്, നേതൃത്വവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും എന്നുള്ള ടൈറ്റിലായിരിക്കും നമ്മൾ അവസാനിക്കുമ്പോഴത്തേക്ക് ഈ മെസ്സേജിൻ്റെ ഒരു സന്ദേശം ദൈവം നമ്മൾക്ക് സഭയ്ക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ആരംഭിക്കുവാൻ പറയട്ടെ, ശിമോൻ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. വലയും സകലതും പടകും വിട്ടുവന്ന ശിമോൻ പത്രോസ് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ്. അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റിലോട്ട് ഇറങ്ങുന്നില്ല. പിന്മാറ്റത്തിൽ പോയെന്ന് പറയുന്നവരുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ കാണുവാനുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ, വിശ്വാസം മുതൽ വെളിപ്പാട് മുതൽ പല പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ ഗുണം ഇന്ന് സഭയിൽ കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ശിമോൻ പത്രോസിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, സഭയ്ക്കകത്തോ ദൈവരാജ്യത്തിലോ നേതൃത്വം കൊടുക്കാൻ വ്യക്തികൾ കുറഞ്ഞു പോയാൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? ദൈവപ്രവൃത്തികൾ ഇല്ലാതായി പോകും. Can I repeat that? ഒന്നുകൂടെ ആവർത്തിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണം. നേതൃത്വം കൊടുക്കേണ്ടവർ, അതിനായി വിളിക്കപ്പെട്ടവർ, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ നേതൃത്വം കൊടുക്കാതെ പോയാൽ ദൈവരാജ്യത്തിന് അതിൻ്റെ ഭംഗം സംഭവിച്ചിരിക്കും. എന്തുകൊണ്ട് ഇത് പറയുന്നു? ചിലരെ ദൈവം വിളിച്ചിട്ടും ഇന്നും ശൗലിന്റെ കൂട്ട പാത്രങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ചിലരുണ്ടെങ്കിൽ പറയട്ടെ, പുറത്തു വരുവാൻ സമയമായി കഴിഞ്ഞു. ശിമോൻ പത്രോസിന്റെ പ്രത്യേകത ലീഡർഷിപ്പ് ക്വാളിറ്റീസിൽ ചിലത് മാത്രം ഇന്ന് ഞാൻ തൊടും. ഒന്നാമത്തേത് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശിമോൻ പത്രോസ്. താൻ ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് പല ക്രിറ്റിസിസംസ്, തനിക്ക് പല നിന്ദാവിഷയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. യേശു കർത്താവ് വെള്ളത്തിൻ്റെ മേൽ നടന്നു വരുമ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഞാനും കൂടെ, കർത്താവ് ഇത് നീ ആണെങ്കിൽ ഞാനും കൂടെ വരട്ടെ. എവിടെയെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കുന്നവരുണ്ടോ? ബാക്കി എല്ലാവരും അറച്ചിരിക്കുമ്പോൾ, ബാക്കി എല്ലാവരും പിന്മാറിയിരിക്കുമ്പോൾ ചുവട്ടടി എടുത്തു വയ്ക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആൾക്കാർ നിന്ദിച്ചെന്നിരിക്കും, ആൾക്കാർ പരിഹസിച്ചെന്നിരിക്കും. ഇവനിതിൻ്റെ ആവശ്യമുണ്ടോ, ഇവൾക്ക് എന്തോ പ്രശ്നം എന്ന് മറ്റുള്ളവർ ചോദിച്ചെന്നിരിക്കും. എങ്കിലും ഒരു കാര്യം മറക്കരുത്, ദൈവപ്രവൃത്തി നിന്നിൽ കൂടെ വെളിപ്പെട്ടിരിക്കും. ശിമോനെ, ഞാൻ നിന്റെ കയ്യിൽ ചില താക്കോൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. കാര്യം, ഈ 12 ശിഷ്യന്മാരിൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ, അവരെ ശോധന ചെയ്ത് നോക്കിയപ്പോൾ അവർക്കാർക്കും ഇല്ലാത്തതിനേക്കാൾ അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഉപരി നിന്റെ അകത്ത് ഒരു സ്വഭാവ ഗുണം ഞാൻ കാണുന്നു. നീ ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ നിനക്ക് മനസ്സുള്ളവനാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ, അറച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി എന്നൊരു കാര്യം സഭയെ ഓർപ്പിക്കട്ടെ, ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കാൻ തയ്യാറായിക്കോ. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഇരിക്കും. ജനം കാത്തിരിക്കുക, ആരാണ് ആദ്യം ചുവട്ടടി എടുത്തു വെക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് എന്നൊരു വ്യക്തി പറഞ്ഞാൽ പുറകെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ കാണും. ഞാൻ യേശുവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ പുറകെ ചിലർ ഉണ്ടായിരിക്കും. എങ്കിലും ആ വാക്ക് പറയുവാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടമുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ആ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ ചിലർ തയ്യാറായാൽ പിന്നത്തേതിൽ ഏത് അളവിലോട്ട് പോയാലും പിന്നത്തേതിൽ ഒരു ദൈവിക പ്രവൃത്തി നമ്മളിൽ കൂടെ ദൈവം ചെയ്തെടുക്കും. അത് വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാലും. അത് ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഗിദെയോന്റെ ചരിത്രം എടുത്താൽ ഗിദെയോനെ കാണുവാൻ സാധിക്കും. ഗിദെയോൻ പറഞ്ഞു, ഞാൻ ശത്രുപാളയത്തിലേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. എന്തിനാണ് ശത്രുപാളയത്തിൽ ഇറങ്ങുന്നത്?
Something has to be done. ഇങ്ങനെ സ്റ്റേറ്റസ് കോ, ഇങ്ങനെ എത്ര നാൾ മിണ്ടാതിരിക്കും, ഇങ്ങനെ എത്ര നാൾ മൗനമായിരിക്കും, ഇങ്ങനെ നിന്നാൽ സാധിക്കുകയില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇതാ ഒരു വ്യക്തി, ശത്രുപാളയത്തിലുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് തന്റെ സ്വപ്നം പറയുകയാണ്. ഒരു യവത്തപ്പം ഉരുണ്ടു വരുന്നത് കണ്ടു. അത് പാളയത്തിന്റെ കുറ്റിയിൽ തട്ടി പാളയത്തെ മറിച്ചുകൊണ്ട് അത് മുൻപോട്ട് പോകുന്നത് കണ്ടു. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ മറ്റവൻ പറയുകയാണ്, ഏട്ടാ ഇത് ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. കാര്യം എന്താണ്? ഇനീഷ്യേറ്റീവ് എടുത്ത് മറ്റൊരിടത്തോട്ട് പോകുന്ന ഒരു വ്യക്തിയുണ്ടോ? ആ വ്യക്തിയോട് പറയട്ടെ, നിന്റെ കരങ്ങളിൽ ദൈവം ചിലത് ഏൽപ്പിച്ചിരിക്കും. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൈന്യവീരന്മാരും പലരും പിൻപിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലും ജനത്തിന്റെ മുൻപിലും ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ, ചിലർ കാൽപാതുകൾ എടുത്തു വയ്ക്കുവാൻ, ചിലർ കരങ്ങൾ ചലിപ്പിക്കുവാൻ, ചിലർ ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ ചിലർ തയ്യാറാണെങ്കിൽ ഇന്ന് പറയട്ടെ, നിന്റെ കയ്യിൽ ദൈവം ചില ജയവും ചില പ്രവൃത്തികളും ഏൽപ്പിച്ചിരിക്കും. എന്നാർ പറയും, കർത്താവേ ഞാൻ തയ്യാറാണ്. ശത്രുപാളയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ, അല്ല പിശാചിന്റെ പാളയത്തെ തകർക്കുവാൻ ഞാൻ ആത്മയുദ്ധത്തിനായി ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് വിഷയമല്ല, ഞാൻ ഇതാ പോകുകയാണ്. നിന്റെ കൂടെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കും. യോനാഥാനെ, നീ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ല്. നിന്റെ കൂടെ നിന്റെ ആയുധം വഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കാണും. ആരെയെങ്കിലും അയക്കാതെ, ആളും സഹായവും ഒരുക്കാതെ ദൈവം ആരെയും അയക്കുകയില്ല. എങ്കിലും ചോദ്യം എത്ര പേരുണ്ടെന്നല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോകുവാൻ തയ്യാറാണ്. എന്നാരെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാണോ? പറയട്ടെ, എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ ചില വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ, പരാക്രമശാലിയെ എന്ന് വിളിക്കുവാൻ എന്റെ ദൈവം ചിലരെ നോക്കുകയാണ്. ആർ ഇന്ന് പകൽക്കാലം പറയും, അടിയനുണ്ട് കർത്താവേ, അടിയനെ അയക്കണമേ, അടിയൻ പോകാം, ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കാം എന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവദാസൻ എന്ന പദവിയിൽ ഓർപ്പിക്കട്ടെ, എന്റെ ദൈവത്തിന്റെ കരങ്ങൾ നിന്നോട് കൂടെ. ഗിദെയോന്റെയും യോനാഥാന്റെയും കാര്യം ഞാൻ പറഞ്ഞു. ദൈവവചനത്തിൽ ആരെങ്കിലും നേതൃത്വത്തിൽ വന്നെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ ഒരു സാധ്യത അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. എസ്തർ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യുവാൻ പോകുകയാണ്, രാജസന്നിധിയിൽ ചെല്ലുവാൻ പോകുകയാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എസ്തർ രാജ്ഞി അങ്ങനെ ഒരു ചുവട്ടടി എടുത്തു വെച്ചാൽ, രാജാവ് വിളിക്കാതെ ആരെങ്കിലും രാജസന്നിധിയിൽ ചെന്നാൽ, രാജാവ് ആ വ്യക്തിക്ക് പ്രസാദിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ അസ്തമിച്ചു പോകും. എസ്തറിന് നന്നായി അറിയാം, രാജാവ് എന്നെ വിളിച്ചിട്ടില്ല, ഈ സമയം അഥവാ ഞാൻ രാജസന്നിധിയിൽ വന്നിട്ട് രാജാവിന് പ്രസാദമായില്ലെങ്കിൽ എൻ്റെ ജീവൻ കഴിഞ്ഞു. എസ്തറിന് അറിയാം. എങ്കിലും എസ്തർ ഒരു കാര്യം പറയുകയാണ്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഞാൻ രാജാവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് പോകുവാൻ പോകുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ പേര് ആരും അറിഞ്ഞില്ലെങ്കിലും ഇന്നൊരു കാര്യം തീരുമാനിക്കുമോ? ഞാൻ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചു, മരിക്കുന്നെങ്കിൽ മരിച്ചു, എൻ്റെ ജീവൻ അല്ല വിഷയം. ഇന്ന് നമ്മൾ പാടിയതുപോലെ, എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല, എങ്കിലും ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ഞാൻ മാറിയിരിക്കുകയില്ല. ഞാൻ ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കും. 4 കുഷ്ഠരോഗികൾ അവർ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും, ഇവിടെ ഇരുന്നാൽ മരിച്ചു പോകും, നമ്മൾ എന്തായാലും മരിക്കാൻ പോകുകയാണ്, സാരമില്ല, നമുക്ക് ശത്രുപാളയത്തിലേക്ക് ഒന്ന് പോകാം. ആ 4 കുഷ്ഠരോഗികൾ ശരിക്കും നടക്കുവാൻ കഴിയാത്തവർ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു ജയമുണ്ടാക്കി. പ്രൈസ് ദ ലോർഡ്. 4 കുഷ്ഠരോഗികളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം രാജീവ് പാസ്റ്റർ വന്നപ്പോൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കും. 4 കുഷ്ഠരോഗികൾ, ശരിക്കും നടക്കുവാൻ കഴിയാത്തവർ, ബലഹീനമായവർ, ഓടുവാൻ കഴിയാത്തവർ, അവർ ഇതാ ശത്രുപാളയത്തിലേക്ക് ചെല്ലുകയാണ്. വചനത്തിന്റെ വെളിച്ചത്തിൽ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. അവർ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ശത്രുപാളയത്തിലോട്ട് ചെല്ലുമ്പോൾ ശത്രുപാളയത്തിലുള്ളവർ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണെന്നറിയാമോ? രഥചക്രങ്ങളുടെ ശബ്ദം അവർ കേൾക്കുകയാണ്. അവർ കേൾക്കുന്നത് ചക്രങ്ങളുടെ ശബ്ദമാണ്. അവർ വിചാരിച്ചു ഫറവോനെയും സൈന്യത്തെയും, ഇരുമ്പ് രഥങ്ങളുടെ ചക്രങ്ങളുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അങ്ങനെ ഇരുമ്പ് രഥങ്ങളുള്ള ഏതോ സൈന്യങ്ങളെ ഇതാ ശത്രു രാജാക്കന്മാരെ ഇസ്രായേൽ കൂലിക്ക് വിളിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ ഇരുമ്പ് രഥങ്ങളുടെ ചക്രങ്ങളുടെ ശബ്ദം ജനം കേൾക്കുവാനിടയായി തീർന്നു. അത് ഇരുമ്പ് രഥങ്ങളൊന്നുമില്ലായിരുന്നു, 4 കുഷ്ഠരോഗികൾ നടന്നു വന്ന ശബ്ദമാണ് ഇരുമ്പ് രഥങ്ങളുടെ ശബ്ദമായി അവർ കേട്ടത്. 4 കുഷ്ഠരോഗികളെ ഉള്ളെങ്കിലും അവർ നടക്കുവാൻ തീരുമാനിച്ചാൽ ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ചില വലിയ ശബ്ദമായി ദൈവം അതിനെ മാറ്റുവാൻ പോകുകയാണ്. ഒരു ഭൂമി കുലുക്കം പോലെ ചിലരുടെ ചലനത്തെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. ഇതാ വൻ ചലനങ്ങൾ പോലെ ചിലരുടെ കാൽച്ചുവടുകളെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. ചോദ്യം, ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ നീ തയ്യാറാണോ? ഇന്ന് ചിലർ തയ്യാറായെങ്കിൽ നിന്റെ കൂടെ നിൽക്കുവാൻ ആളിനെയും നിനക്ക് സഹായത്തിനായി പല സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കി. ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്ന അടിയനെ അയക്കണമേ എന്ന് പറയുവാൻ, ഞാൻ പോകാം എന്ന് പറയുവാൻ, എന്റെ ജീവൻ എനിക്ക് വിഷയമല്ല, ഞാൻ പോയിരിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്നെ നോക്കി ഇന്ന് പകൽക്കാലം സ്വർഗം ചലിക്കുകയാണ്. ദാവീദ് ഒരിക്കൽ ചോദിച്ചു, കർത്താവേ ഞാൻ പോയിക്കോട്ടെ? അത് അല്പം കൂടെ ഉത്തമമാ.
ഫിലിസ്ത്യർക്ക് വിരോധമായി ഞാൻ പോയിക്കോട്ടെ, ഞാൻ പോകുമെന്ന് പറയുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടെ, ശിമോൻ പത്രോസ് ചോദിച്ചിട്ട് പോയായിരുന്നെങ്കിൽ അല്പം കൂടെ നല്ലതായിരുന്നു. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. എങ്കിലും ദാവീദ് ഒരു കാര്യം ചെയ്തു. ദാവീദ് ചോദിച്ചു, കർത്താവേ, ഫിലിസ്ത്യർ എനിക്ക് വിരോധമായി വരുന്നു, ഞാൻ അവർക്ക് വിരോധമായി പോയിക്കോട്ടെ. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ കാത്തിരിക്കുക. മൽബറി വൃക്ഷങ്ങളുടെ മുകളിൽ ഒരു ശബ്ദം നീ കേൾക്കും, ദൈവത്തിന്റെ സൈന്യം നടക്കുന്ന ശബ്ദം നീ കേൾക്കും. അങ്ങനെ ആ ശബ്ദം കേൾക്കുമ്പോൾ നീ ഇറങ്ങിക്കോ. ഒരു സൈന്യം മുഴുവൻ ഇവിടെ നിൽപ്പുണ്ട്, എങ്കിലും അവരെ കൊണ്ടല്ല ഞാൻ എൻ്റെ യുദ്ധം ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ സ്വർഗീയ സൈന്യത്തെ അയച്ചിരിക്കും. ആ സ്വർഗീയ സൈന്യം വരുമ്പോൾ ഒരു ഫിലിസ്ത്യ ശക്തിക്കും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. ഇന്ന് ദൈവത്തോട് ചോദിച്ചിട്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ആദ്യത്തെ ചുവട്ടടികൾ വയ്ക്കുവാൻ ചിലർ നേതൃത്വത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ കാണിക്കുവാൻ തയ്യാറാണെങ്കിൽ, നേതാവ് എന്നൊരു ബ്രാൻഡ്, ഒരു സ്ഥാനം നിനക്ക് ലഭിച്ചെന്ന് വരികയില്ല. പിന്നത്തേതിൽ ദൈവത്തിന്റെ സമയമാമോ അത് ദൈവം ചെയ്തിരിക്കും. എങ്കിലും ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ ചിലർ തയ്യാറാണെങ്കിൽ പറയട്ടെ, എൻ്റെ സ്വർഗത്തിന്റെ സൈന്യം നിങ്ങളുടെ മുൻപിൽ ചലിക്കുവാൻ നിങ്ങൾക്കായി തയ്യാറായിരിക്കുകയാണ്. കാര്യം, നമ്മൾ കാൽ ചുവടെടുത്ത് വെച്ചെങ്കിലേ സ്വർഗം ചലിക്കുകയുള്ളൂ. എത്ര പേർ ആമേൻ പറയും? ശിമോൻ പത്രോസിന്റെ ഒന്നാമത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി, താൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നവനായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ഏറ്റവും പ്രധാനം. യോനയുടെ ജീവിതത്തിൽ യോനയും ഇനീഷ്യേറ്റീവ് എടുത്തു. ദൈവം പറഞ്ഞു, യോനായ്, നീ നിനവേലോട്ട് ചെല്ല്, അവിടെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യോനയ്ക്ക് ഒരു കാര്യം അറിയാം, ഞാൻ വീട്ടിലിരുന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ വീട്ടിലിരുന്നാൽ കൊടുങ്കാറ്റും അടിക്കത്തില്ല, വീടിടിഞ്ഞു വീഴത്തുമില്ല, അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പലരുടെയും ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും കാണാത്തതിൻ്റെ കാര്യം കാൽ ചുവടെടുത്ത് വെക്കാത്തതാണ്. നിനവയ്ക്ക് പോകാൻ പറഞ്ഞു. യോന നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തർശീഷിലേക്ക് പോയി. കാര്യം അറിയാം, ഞാൻ കാൽച്ചുവടെടുത്ത് വെച്ചാൽ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം എന്നെ നയിച്ചിരിക്കും. എവിടെയെങ്കിലും തെറ്റാണെങ്കിലും ആദ്യത്തെ ചുവട്ടടി എടുത്ത് വെച്ചാൽ ദൈവം എന്നെ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിച്ചിരിക്കും. തെറ്റാണെങ്കിൽ കൊടുങ്കാറ്റും, തെറ്റാണെങ്കിൽ വല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ മുൻപിൽ വരും. ശരിയാണെങ്കിൽ അങ്ങോട്ട് തന്നെ ദൈവം കൊണ്ടുപോകും. എങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ചിലരുണ്ടെങ്കിൽ പറയട്ടെ, എൻ്റെ ദൈവത്തിന്റെ കരം നമ്മളുടെ മേൽ പ്രവർത്തിച്ച് എത്തിക്കേണ്ട ശുഭ തുറമുഖത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തതയും ശക്തിയും ഇന്നും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ചോദ്യം, ആദ്യത്തെ ചുവട്ടടി എടുത്തു വെക്കുവാൻ ആർ തയ്യാറായിരിക്കും? നമ്മളുടെ പ്രശ്നം, നമ്മൾക്ക് അനേക ഒഴിവ് കഴിവുകളുണ്ട്. കർത്താവേ, എനിക്ക് കഴിവില്ല, എനിക്ക് ഭാഷയില്ല, എനിക്ക് യാത്ര ചെയ്ത് പരിചയമില്ല, എന്നെ ആരും അംഗീകരിക്കത്തില്ല, എൻ്റെ വാക്കാളും ആരും കേൾക്കുകയില്ല, ഞാനൊരു ബാലനാണ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ആ സകല എക്സ്ക്യൂസും ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് പറ, അടിയനിതാ, അടിയൻ ഇറങ്ങാം. അടിയനെ ആരും മാനിക്കത്തില്ലായിരിക്കും, ആരും അംഗീകരിക്കത്തില്ലായിരിക്കും. ഐ ഡോണ്ട് കെയർ. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ കാൽ ചുവടെടുത്ത് വെച്ചാൽ എന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വേണമെങ്കിൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല, അതിലുപരി അനുഗ്രഹത്തിലേക്കും കടക്കണമെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ആദ്യത്തെ ചുവട്ടടി എടുത്തു വയ്ക്കുവാൻ ചിലർ തയ്യാറാകണം. എന്തായിരിക്കും അത്? ഒരുപക്ഷെ 1 മണിക്കൂർ ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ തീരുമാനമായിരിക്കും. അത് മറ്റുള്ളവരോട് അറിയിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ അവർ വന്നിരുന്ന് നിങ്ങളോട് ചേർന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കും. ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പോകുവാൻ ഉള്ളൊരു തീരുമാനമായിരിക്കും. നിങ്ങളുടെ തീരുമാനം എന്ത്? ടേക്ക് ദി ഇനീഷ്യേറ്റീവ്. സ്വർഗം നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നവർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ശിമോൻ പത്രോസ് ആ തീരുമാനമെടുത്തു. തന്നോട് കൂടെ നിന്ന് എല്ലാവരും പറഞ്ഞു, ഞങ്ങളും കൂടെ വരിക. നേതൃത്വത്തിന്റെ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് ചലിക്കണമെങ്കിൽ അടുത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി മുൻപിൽ നിൽക്കണം. അതേസമയം തന്നോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം തൻ്റെ സഭയെ, തൻ്റെ ജനത്തെ കൂടെ നിർത്തുവാനായി ദൈവം ആഗ്രഹിക്കും. എങ്കിലും നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ലീഡർഷിപ്പ് അനുസരിച്ച് മാത്രമേ ആൾക്കാർ നമ്മളുടെ കൂടെ നിൽക്കുകയുള്ളൂ. പലപ്പോഴും സഭകളിൽ നേതൃത്വത്തിൽ നിൽക്കുന്നവർ, അവർക്കൊരു കാര്യം അറിയാം, അവർ നിന്ന് കഴിയുമ്പോൾ അവരുടെ കൂടെ ആൾക്കാരെല്ലാം ചേർന്ന് നിൽക്കും. ഇറ്റ്സ് എ റിയാലിറ്റി. ഇന്ന് സ്വാധീനം ചെലുത്തുവാൻ ദൈവം ചിലരെ വിളിക്കുക. നീ മുൻപന്തിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നിന്നെ കണ്ട് മറ്റുള്ളവർ അതേ പ്രവർത്തികൾ ചെയ്യുവാൻ കൂടെ നിൽക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. പലരുടെയും വിചാരം, ഞാൻ മുൻപിൽ നിന്നാൽ ആരും എന്നെ അംഗീകരിക്കത്തില്ല. നോ, തെറ്റാ. ഒന്ന് മുൻപിലോട്ട് വന്നു നോക്ക്. ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരികയും മറ്റുള്ളവർ നമ്മളോട് കൂടെ ചേർന്ന് നിന്ന് ദൈവ പ്രവർത്തികൾക്കായി നമ്മളെ കരങ്ങൾ ബലപ്പെടുത്തുവാൻ ദൈവം ചിലരെ നമ്മുടെ കൂടെ അയക്കും. The influence is the true measurement of leadership. എത്ര പേരെ സ്വാധീനിക്കാൻ സാധിക്കും? അതാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ അളവ്. നേതൃത്വത്തിന്റെ യഥാർത്ഥ അളവ്. ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ നേതൃത്വത്തിൽ വർദ്ധിക്കും. പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ പറയട്ടെ, ചിലർ നമ്മളുടെ കൂടെ എഴുന്നേറ്റ് വരുവാനിടയായി തീരും. ഇതാ, നേതൃത്വത്തിൽ നിൽക്കുന്ന പലരെയും ബൈബിളിൽ കാണുവാൻ സാധിക്കും. അവരുടെ വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിച്ചു. യോശുവയെ കുറിച്ചൊരു വാക്ക് ചിന്തിക്കട്ടെ. യോശുവ ആദ്യം എന്ത് ചെയ്തു? യോശുവ
താൻ 12 ഗോത്രത്തിലുള്ള ആൾക്കാരെ പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചത്? നിങ്ങൾ പോയി ദേശം ഉറ്റുനോക്കിയിട്ട് വാ, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വന്ന് സംസാരിക്കുക. അവിടുത്തെ നിലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വാ. എങ്കിലും ആ ഗോത്രത്തിലുള്ളവർ മാത്രം, 2 ഗോത്രങ്ങളിലുള്ളവർ മാത്രം യോശുവയുടെ ഇൻഫ്ലുവൻസിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി എല്ലാവരും വന്ന് യോശുവയുടെ ജീവിത ശൈലിയും ചിന്താഗതികളും മനോഭാവങ്ങളും അവരെ സ്വാധീനിക്കാതെ 10 പേർ, ആ ഗോത്രങ്ങളിൽ മറ്റ് ഗോത്രങ്ങളിലുള്ള 10 പേർ സ്വാധീനിക്കപ്പെടാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. ആ കാലങ്ങളിൽ യോശുവയുടെ സ്വാധീനത്തിൻ്റെ അളവ് കുറവായിരുന്നു. എങ്കിലും കുറച്ചും കൂടെ കഴിഞ്ഞു, ജീവിതത്തിൻ്റെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോശുവ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പറഞ്ഞു: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളോ യഹോവയെ സേവിക്കും. നിങ്ങളുടെ കാര്യം തീരുമാനിച്ചോ? സ്വാധീനത്തിൽ വളർച്ചയില്ലാതിരുന്ന കാലത്ത് 12 പേരിൽ 2 പേരെ മാത്രം മനോഭാവങ്ങളാലും ചിന്താഗതികളാലും ആശയങ്ങളാലും സ്വാധീനിക്കാൻ കഴിഞ്ഞ യോശുവ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അഭിഷേകവും ദൈവപ്രവൃത്തികളും അങ്ങയിൽ വെളിപ്പെട്ടു വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ജനം മുഴുവൻ പറഞ്ഞു, അങ്ങ് യഹോവയെ സേവിക്കുന്നെങ്കിൽ ഞങ്ങളും യഹോവയെ തന്നെ സേവിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ഒരു വ്യക്തി കോളേജ് ഹോസ്റ്റലിൽ, ഒരു വ്യക്തി ഭവനത്തിൻ്റെ അകത്ത്, ഒരു വ്യക്തി നിങ്ങളുടെ ഏരിയയിൽ, ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള ആലോചനകൾ, ആശയങ്ങൾ, വാക്കും ഭാഷണവും കൂടാതെ ഒന്ന് പറയുവാൻ ആരംഭിച്ചാൽ പറയട്ടെ, നിങ്ങൾ പലരെയും സ്വാധീനിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം സഭയ്ക്കകത്തും പുറത്തും ദൈവത്തെ മാത്രം സേവിക്കുമെന്ന് പറയുവാൻ ചിലർ തയ്യാറായെങ്കിൽ പറയട്ടെ, ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും. ഞാൻ കഴിഞ്ഞ 2-3 മീറ്റിങ്ങുകളിൽ പറഞ്ഞു, ഈ ആരാധനയിൽ പറയണം എന്ന് കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അകത്ത് നിയോഗം ലഭിച്ചതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. യഹോവയെ സേവിക്കുന്നവരായി ദൈവം ചിലരെ ആഗ്രഹിക്കുകയാണ്. സർവ് ദ ലോർഡ്. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇന്നലെയും ഞാൻ ആവർത്തിച്ചു, ഇന്നലത്തെ രാവിലത്തെ സെഷനിൽ ആവർത്തിക്കുവാനിടയായി തീർന്നു. സർവ് ദ ലോർഡ്. യഹോവയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. യേശു കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ ആർക്കും സേവിക്കുവാൻ സാധിക്കുകയില്ല. മാമോനെയും ദൈവത്തെയും ആർക്കും സേവിക്കുവാൻ സാധിക്കുകയില്ല. അതേസമയം നമ്മൾ അത് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കാര്യം, അധ്വാനവും പ്രയത്നവും നമ്മളുടെ പ്രവൃത്തികളും എല്ലാം ഒരു വശത്ത് കിടക്കുമ്പോൾ സേവനം എന്ന് പറയുന്നത് ഇതുമായി വലിയ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. നമ്മൾക്ക് പണത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ, കാര്യം നമ്മൾ അധ്വാനിക്കാത്തവരാണെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നവരാകണം, അത്രയും മാത്രം പറഞ്ഞു നിർത്തട്ടെ. അധ്വാനിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവം അധ്വാനത്തിൻ്റെ ഫലം തരികയുള്ളൂ. വരുമാന മാർഗങ്ങൾ മുതൽ പലതും അധ്വാനത്തിൻ്റെ ഫലമായി ദൈവം തരും. സുവിശേഷ വേലക്കാരെ കുറിച്ച് പറയുന്നു, സുവിശേഷ വേല ചെയ്യുന്നവർ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. സോ അധ്വാനിക്കുമ്പോൾ നമ്മൾക്ക് അധ്വാനത്തിൻ്റെ ഫലം കയ്യിൽ ലഭിക്കും. അതേസമയം അധ്വാനിക്കുമ്പോൾ, പലതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടിയും അധ്വാനിക്കുവാൻ സാധിക്കും. ഇന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ പറയട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്നത് വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയും കൂടെയാണെങ്കിലും ചെയ്യുന്നത് സകലതും ദൈവത്തിന് എന്നതുപോലെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. എങ്കിലും നമ്മൾ പലതിനു വേണ്ടിയും അധ്വാനിക്കുമ്പോൾ പലതിനു വേണ്ടി അധ്വാനിക്കുവാൻ സാധിക്കും. അതേസമയം ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ സാധിക്കും. പലതിനു വേണ്ടിയും കഠിനാധ്വാനവും പ്രയത്നവും പരിശ്രമവും ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്റെ അധ്വാനം അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു, ഞാൻ നിന്റെ പ്രയാസങ്ങൾ സകലതും അറിയുന്നു. എങ്കിലും ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം പറയുക, 2 വേണ്ടിയും അധ്വാനിക്കുവാൻ സാധിക്കും, 2 വേണ്ടിയും പ്രവർത്തിക്കുവാൻ സാധിക്കും, 2 വേണ്ടിയും പലതും ചെയ്യുവാൻ സാധിക്കും. എങ്കിലും സേവിക്കുവാനുള്ള അവസരം വരുമ്പോൾ ഒന്നിയിൽ നീ ദൈവത്തെ സേവിക്കും, ഇല്ലെങ്കിൽ നീ മാമോനെ സേവിക്കും. കാര്യം സേവനം എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു വ്യത്യാസമുണ്ട്. സേവനം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ മൂലഭാഷയിൽ എടുത്ത് പഠിച്ചാൽ, സേവിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നോ അതെന്നെ കീഴടക്കി അതിൻ്റെ അടിമയായി ഞാൻ മാറിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, അതിനെ ഞാൻ സേവിക്കുന്നത്. ഞാൻ ജോലി ചെയ്യണം, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ജോലിക്ക് അടിമയായി കഴിഞ്ഞാൽ, വർക്കഹോളിക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ജോലിക്ക് അങ്ങ് അടിമയായി കഴിഞ്ഞാൽ ദൈവം പറയും, നീ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ നിന്റെ ജോലി ചെയ്യേണ്ടിയെടുത്ത് നീ ജോലിക്ക് അടിമയായി പോയി, അതുകൊണ്ട് നിനക്ക് എന്നെയല്ല നിന്റെ സേവനം, നീ സേവിക്കുന്നത് മറ്റൊന്നിനെയാണ്. ചിലർ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, എങ്കിലും സുവിശേഷ വേല ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയോ ദൈവസ്നേഹം കൊണ്ടോ അല്ല. പകരം അവർ ചെയ്യുന്ന ജോലികൾ, അവർ ചെയ്യുന്ന സുവിശേഷ വേലകൾ എന്തിനു വേണ്ടിയാണ്? മറ്റ് പല ഉദ്ദേശങ്ങൾക്കായിട്ടാണ്. ദൈവം പറയും, നിന്റെ അധ്വാനം ഞാൻ അറിയുന്നു, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു. എങ്കിലും ഒരു കാര്യം ഞാൻ അറിയുന്നു, നീ സേവിക്കുന്നത് എന്നെയല്ല, നീ മറ്റ് പലതിനും, പേരിനും പണത്തിനും പ്രശസ്തിക്കും പെരുമയ്ക്കും നിന്റെ സ്ഥാനമാനങ്ങൾക്കും മറ്റ് പലതും നിന്റെ മനസ്സിൽ കയറിക്കഴിഞ്ഞു. നീ അതിനുവേണ്ടി നീ ചെയ്യുന്ന അധ്വാനം ഞാൻ അറിയുന്നു, നീ സേവിക്കുന്നത് ആരെയെന്ന് ഞാൻ അറിയുന്നു.
ഇന്ന് പകൽക്കാലം സഭയായി വ്യക്തികളായി നമുക്ക് തീരുമാനിക്കാമോ, കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ മാത്രമേ സേവിക്കുകയുള്ളൂ. ഞങ്ങൾ അധ്വാനിക്കും, ഞങ്ങൾ ചെയ്യേണ്ട ജോലികൾ കർത്താവിന് എന്നതുപോലെ സകലതും ഞങ്ങൾ ചെയ്യും. സകലതും ഞങ്ങൾ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, സകലതും കർത്താവിന് എന്നതുപോലെ. കാര്യം, എൻ്റെ മനസ്സ് യേശുവിന് അടിമയായി കഴിഞ്ഞു. ഞാൻ ചെയ്യുന്നത് സകലതും കർത്താവിന് എന്നതുപോലെ മാത്രമായിരിക്കും. ഒരു കാര്യം അറിയാം, ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. ഒരുവനെ സ്നേഹിക്കുകയും ഒരുവനെ ദ്വേഷിക്കുകയും ചെയ്യും. ഇന്നാർക്കെങ്കിലും പണത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു യജമാനനെ ദ്വേഷിക്കുന്നു എന്ന് മറക്കരുത്. എൻ്റെ അകത്ത് അങ്ങനെ ഒരു വികാരമില്ല പാസ്റ്ററേ. എൻ്റെ അകത്ത് എൻ്റെ വികാരങ്ങളൊക്കെ ദൈവത്തോട് എന്തൊരു വികാരമാണ് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു കാര്യം, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ, ആരും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനല്ല, സാക്ഷ്യം തെളിയിക്കുവാനല്ല, നമ്മളോട് തന്നെ ചോദിക്കുവാനാണ്. പണത്തെ സ്നേഹിച്ചാൽ, ലോകത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് ദൈവത്തിന് ശത്രുത്വമാണ്. പണത്തെ സ്നേഹിച്ചാൽ ദൈവം പറയുന്നു നീ ഒരു യജമാനനെ സേവിക്കും, മറ്റവനെ നീ ദ്വേഷിക്കും. ആർക്കും രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. സഭയ്ക്കകത്ത് ചിലർ എഴുന്നേൽക്കട്ടെ, ഞാൻ സേവിക്കുകയാണെങ്കിൽ ദൈവം തരുന്ന സകല നന്മകളും സ്തോത്രത്തോടെ അനുഭവിച്ചുകൊണ്ട് നിത്യതയ്ക്കുള്ള ഈ യാത്രയിൽ എൻ്റെ ഹൃദയം എങ്ങും വേര് പിടിച്ചു പോകാതെ, ഒരു സ്ഥലത്തോടോ ഒരു പണത്തോടോ വ്യക്തികളോടോ യാതൊന്നിനോടും എൻ്റെ ഹൃദയം ആകർഷിക്കപ്പെട്ട് അവിടെ വേര് പിടിച്ചു പോകാതെ എൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയിൽ ഞാൻ മുൻപോട്ട് പോകും. ദൈവം തരുന്ന സകല അനുഗ്രഹങ്ങളും സകല നന്മകളും സ്തോത്രത്തോടെ ഞാൻ സ്വീകരിക്കും, അനുഭവിക്കും. എങ്കിലും ഞാൻ ദൈവത്തെ മാത്രം സേവിക്കും. എൻ്റെ ഹൃദയം ദൈവത്തിന് മാത്രം അടിമയായിരിക്കും. എത്ര പേർ ആ തീരുമാനമെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? അവരുടെ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരാമേൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങൾ കൂടെയിരിക്കും. നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരായി മാറും. ഈ ബെഥലൈറ്റ്സിനിടയിൽ ചിലർ ദൈവത്തെ സേവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടെ ഏൽക്കട്ടെ. ഞാൻ പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളോ യഹോവയെ സേവിച്ചിരിക്കും. നേതൃത്വത്തിന്റെ ഒന്നാമത്തെ സ്വഭാവ ഗുണം അത് ഇനീഷ്യേറ്റീവ് എടുക്കുന്നതാണെങ്കിൽ, രണ്ടാമത്തെ സ്വഭാവ ഗുണം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ദൈവിക അത്ഭുതങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങൾ വേണമോ? നേതൃത്വത്തിൽ കൂടെയാണ് ദൈവം പലതും സഭയിലും സമൂഹത്തിലും ദൈവം ചെയ്തെടുക്കുന്നത്. ഞങ്ങൾ യഹോവയെ മാത്രം സേവിക്കും. ഇവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒന്നും അവർ പ്രാപിച്ചില്ല. ഇന്നത്തെ കാലത്തിൽ പലരും തൃപ്തരായിരിക്കും. കാര്യം, ആൾക്കാർക്ക് പ്രൊഡക്ടിവിറ്റി, എന്ത് ചെയ്തെടുത്തു എന്ന വിഷയമല്ല, അവർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പലരും സന്തോഷിച്ച് നൃത്തം ചെയ്ത് പാടിയനും, കർത്താവേ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പ്രൈസ് ദ ലോർഡ് എങ്കിൽ പത്രോസിനെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസ് അതിൻ്റെ കൂടെ ഒരു സെൻറ്റൻസും കൂടെ ആഡ് ചെയ്തു, എങ്കിലും ഒന്നും പിടിച്ചില്ല. ഇതിനകത്തിരിക്കുന്ന പലരും അത് മാത്രം വെട്ടുകളയും. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു. ഒരു 10,000 ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങൾ 1,00,000 ആൾക്കാരോട് സുവിശേഷം അറിയിച്ചു. ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചു. എന്ത് പിടിച്ചു, എന്തുണ്ട് റിസൾട്ട്? അതിനെക്കുറിച്ച് ചോദിക്കേണ്ട, അധ്വാനിച്ചത് മാത്രം പറയാം. കർത്താവ് അതല്ല ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ വിത്ത് വിതറുവാൻ ഇറങ്ങി വയൽ പ്രദേശത്ത് ചെന്നു. അദ്ദേഹം വിത്ത് വിതറി. ബാക്കി 30, 60, 100 മേനിയുടെ വാക്യം പോലും ബൈബിളിലില്ല. പലരുടെയും ബൈബിളിൽ വിത്ത് വിതറി അത്രയും മാത്രമേ ഉള്ളൂ. അത് ടാർ റോഡിൽ വീണോ സിമെന്റ് തറയിൽ വീണോ, ഐ ഡോണ്ട് കെയർ, ഞാൻ വിതറി അത്രയേ ഉള്ളൂ. സായിപ്പിൻ്റെ കാശാണെന്നുള്ള പലരുടെയും വിചാരം. അവരവരുടെ പണം മുടക്കി, അവരവരുടെ ആരോഗ്യം മുടക്കി, അവരവരുടെ സമ്പത്തും ചെലവാക്കി ഇന്ന് പകൽക്കാലം വിതയ്ക്കുന്നതിന്, പിടിക്കാൻ ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചതിന് ചില റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ ഇന്ന് പകൽക്കാലം കണ്ടുണരുവാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചതിന് ഫലം എന്തുണ്ട്? പ്രവർത്തിച്ചതിന് ഫലമുണ്ടോ? എന്തുണ്ട്? രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒരാഴ്ചക്കാലം മുഴുവൻ ഞാൻ അധ്വാനിച്ചു, പിടിച്ചത് വല്ലതും ഉണ്ടോ? നീ എന്തെങ്കിലും സാധിച്ചോ? നിനക്ക് എന്തെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചോ? ഇല്ല, അതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കുക. ആക്ടിവിറ്റി ഇസ് നോട്ട് അക്കംപ്ലിഷ്മെന്റ്. എത്ര പ്രവർത്തിച്ചാലും കയ്യിൽ വരേണ്ടത് കയ്യിൽ വരാതെ അതിൻ്റെ അകത്ത് ഒരു പ്രയോജനവുമില്ല. അധ്വാനത്തിനും പ്രതിഫലമുണ്ട് എന്ന് വിചാരിക്കും. എങ്കിലും അധ്വാനത്തിന് പ്രതിഫലം വരണമെങ്കിൽ അധ്വാനത്തിൽ പിടിച്ച ചിലത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെല്ലണം. ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇപ്പോൾ പിടിച്ചത് പോയിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് പിടിച്ചതൊന്നുമില്ല കർത്താവേ. ഇന്ന് പകൽക്കാലം ഒന്ന് കരയുവാൻ സാധിക്കുമെങ്കിൽ, കർത്താവേ എനിക്ക് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വല നിറച്ച് മീനെ പിടിക്കുന്നത് പോലെ, എൻ്റെ ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ ഫലം എൻ്റെ കയ്യിൽ വരുന്നത് പോലെ എനിക്ക് ദൈവസന്നിധിയിൽ ഒരാവശ്യമുണ്ട് എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറയട്ടെ. ഇന്ന് ഒരു പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ പ്രയോറിറ്റി, മുൻ സ്ഥാനം കൊടുക്കേണ്ടത് എന്താണ് എന്നൊരളവിൽ ഇവർ വിട്ടുപോയി. ഞാൻ പറഞ്ഞു, ദാവീദ് ചോദിച്ചു, ഞാൻ യുദ്ധത്തിനായി പൊയ്ക്കോട്ടെ? കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, വെയിറ്റ് ദെൻ ഗോ. അല്പം കാത്തിരിക്കെ എന്നിട്ട് പോ. ശിമോൻ പത്രോസ്
ഒരു ചോദ്യവും ചോദിക്കാതെ ഇറങ്ങി, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും പ്രാപിച്ചില്ല. വാട്ട് ഈസ് ആ പ്രയോറിറ്റി? നമ്മളുടെ മുൻസ്ഥാനം എന്തിനാണ്? കർത്താവെ, ഞാൻ പൊയ്ക്കൊള്ളട്ടെ, ഞാൻ അയച്ചാൽ പോകാം, ഞാൻ എപ്പോൾ പോകണം എന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഹൃദയം ദൈവത്തോട് ചോദിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ധന്യമാക്കി തീർക്കുന്ന അനുഭവങ്ങളുണ്ട് എന്ന് മറക്കരുത്. വാട്ട്സ് ആ പ്രയോറിറ്റി? ഞാൻ പോകണം, പ്രവർത്തിക്കണം, അധ്വാനിക്കണം, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആലോചനയോടുകൂടെ, ദൈവ നടത്തിപ്പോടുകൂടെ, ദൈവിക സമയത്ത് പോകുവാൻ ഇന്ന് പകൽക്കാലം ചിലർ തയ്യാറായിക്കോ. നമ്മുടെ കരങ്ങളിൽ വലിയ പ്രതിഫലം, വലിയ മറുപടി, വലിയ പ്രവർത്തികൾ ദൈവം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നോക്കുക, ആരെ ഞാൻ അയക്കണം, ആർ നമ്മൾക്ക് വേണ്ടി പോകും എന്ന് ചിലർ പറയുമെങ്കിൽ, അതേ കർത്താവേ, ലെറ്റ് മീ നോ, ഐ വിൽ ഗോ, എന്നോട് അറിയിക്കുക, ഞാൻ പോകാം എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ആഴ്ചയിലേക്ക് ബethേലിലേക്ക് നീങ്ങുന്ന ഈ സമയം പറയട്ടെ, ദൈവത്തിൻ്റെ കണ്ണുകൾ ഒന്ന് അന്വേഷിക്കുക. ആരെ കണ്ടെത്തും, ആരെ എനിക്ക് അയക്കാം, ആരുടെ മേൽ എൻ്റെ അഭിഷേകം പകരാം, ആരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാം, എനിക്ക് കൊള്ളാവുന്ന ഇണങ്ങിയ ആയുധങ്ങളായി, പാത്രങ്ങളായി, പകർന്നു വയ്ക്കുവാൻ പാത്രങ്ങളായി ചിലരെ ലഭിക്കുക എന്നെങ്കിൽ എനിക്ക് ചിലരെ ആവശ്യമാണ്. എങ്കിലും ഒരു പത്രോസ് മത്സ്യം പിടിക്കുവാൻ പോയി 153 വലിയ മീനെയും പിടിച്ചുകൊണ്ട് വന്നതുപോലെ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രവൃത്തികൾ തികച്ചെടുക്കുവാൻ ആരെ അയക്കണമെന്ന് അന്വേഷിക്കുന്ന തിരുക്കരങ്ങളിലേക്ക് ഇന്ന് ഏൽപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ, കർത്താവെ എന്നെ അയക്കണമേ എന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, ഒന്ന് മുൻസ്ഥാനത്തേക്ക് വരുവാൻ ഒന്ന് തയ്യാറാകുമെങ്കിൽ, ഒന്ന് എണീറ്റ് നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ പറയട്ടെ, ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളുടെ മേൽ വരുവാൻ എന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ അധ്വാനിക്കാം, എങ്കിലും അധ്വാനത്തിൻ്റെ ഫലം കർത്താവ് എനിക്ക് തരണം. ഞാൻ പ്രവർത്തിക്കാം, എങ്കിലും പ്രവർത്തനത്തിൻ്റെ ഫലം എനിക്ക് തരണം. ഞാൻ നട്ട് കഴിയുമ്പോൾ വളർത്തുമാറാക്കുന്ന ദൈവമാണ്. വളർന്നതിനെ ഞാൻ കൊയ്തെടുക്കുവാനായി എന്നെ തന്നെ വിട്ടുതരാം, എങ്കിലും കൊയ്ത്ത് തരുന്ന ദൈവമാണ്. കൊയ്ത്തിൻ്റെ യജമാനൻ കർത്താവാണ് എന്ന് പറഞ്ഞ് ഇന്ന് ജീവിതത്തിൽ ദൈവം ചിലത് എന്നിൽ കൂടെ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരോട് എന്ന് പറയട്ടെ, ഈ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമനത്തിൻ്റെയും ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കി ലീവ് എടുക്കേണ്ടവർ ലീവ് എടുത്ത്, ഉപവസിക്കേണ്ടവർ ഉപവസിച്ച്, പ്രാർത്ഥിക്കുവാൻ തയ്യാറായവർ ഈ ദിവസങ്ങളിൽ ആരാധനകൾ മിസ് ചെയ്യാതെ, ഓരോ സെഷനും മിസ് ചെയ്യാതെ ഈ 2 ആഴ്ചകൾ കൂടെ ശക്തിയോടെ, ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ വരട്ടെ. ചിലരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടികൾ പതിഞ്ഞിരിക്കും, ചിലരുടെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ വന്നിരിക്കും, ചിലരെ ദൈവം എടുത്തുപയോഗിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നിരിക്കും, കൃപാവരങ്ങൾ ദൈവം ചിലരെ ഏൽപ്പിച്ചിരിക്കും. മാത്രമല്ല, എൻ്റെ ദൈവം ചിലതിലെ വാസ്തവമായി അനുഗ്രഹിച്ചിരിക്കും. പകൽ രാവിലെ സമയമായി യേശു കർത്താവ് അവിടെ വന്നു. ഇന്ന് രാത്രിയുടെ യാമത്തിൽ കൂടെ പോകുന്ന ചിലരുണ്ട് എന്ന് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ പറയുവാൻ ദൈവാത്മാവിനോട് ആവശ്യപ്പെട്ടു. സം ഓഫ് us are going through the night season. ഇരുളിൻ്റെ അനുഭവത്തിൽ കൂടെ പോകുന്ന ചിലരുണ്ട്. അധ്വാനമുണ്ട്, വല വീശുന്നുണ്ട്, എങ്കിലും നിരാശപ്പെടുന്നത് പോലെ ഒന്നും പിടിക്കാത്തവരായി രാത്രി മുഴുവൻ അധ്വാനിച്ച ചിലരോട് ഇന്ന് പകൽക്കാലം അറിയിക്കുവാൻ എന്നെ ഒരു ആലോചന ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രഭാതമാകുമ്പോൾ, ഉഷസ്സാകുമ്പോൾ ഒരുവൻ കരയിൽ വന്ന് നിൽക്കും. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ പ്രഭാതമാകുവാൻ ചില നിമിഷങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ചിലരുടെ ജീവിതത്തിൽ ആ സീസൺ വരുവാൻ അധികം കാലം ഇനി മുൻപോട്ട് പോകുകയില്ല. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ വരണ്യവൻ വന്നിരിക്കും. തീരത്ത് വന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ കണ്ണുകൾ മറഞ്ഞിരുന്നാൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് അത് മറഞ്ഞിരുന്നാലും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷനാകേണ്ടിയവൻ തക്ക സമയത്ത് പ്രത്യക്ഷനായിരിക്കും. നാഥ എന്നവനെ വിളിക്കത്തക്കതുപോലെ, ഹല്ലേലൂയ, അവൻ്റെ കരങ്ങൾ നമ്മളെ ബലപ്പെടുത്തത്തക്കതുപോലെ, അവൻ്റെ വാക്കുകൾ നമ്മൾക്കായി പ്രവർത്തിക്കത്തക്കതുപോലെ ചിലരുടെ ജീവിതത്തിൽ പ്രഭാതം ആയിക്കഴിഞ്ഞു എന്ന് ഡിക്ലെയർ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദം ഞാൻ സഭയുടെ മുൻപിൽ വിളിച്ചു പറയട്ടെ. ചിലരോട് ഇന്നുള്ള അരുളപ്പാട് ഇതാണ്: നിന്റെ മുൻപിൽ പ്രഭാതം ആയിക്കഴിഞ്ഞു. ചിലർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അധ്വാനിച്ച് ചിലർക്ക് വേണ്ടിയുള്ള വാഗ്ദത്തത്തിന്റെ ഒരു ശബ്ദം ഇവിടെ മുഴങ്ങുകയാണ്. നിന്റെ പ്രഭാതമായി കഴിഞ്ഞു, നിന്റെ പ്രഭാതമായി കഴിഞ്ഞു. ഇതാ ഒരുവൻ തീരത്ത് വന്ന് നിൽക്കുകയാണ്. നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുകയാണെങ്കിലും നിന്റെ മറുപടിയുമായി പ്രഭാതമായി കഴിഞ്ഞിരിക്കാൻ ഒരുവൻ തീരത്ത് വന്ന് നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരുടെ കണ്ണുകൾ തുറന്നാൽ കൊള്ളാമായിരുന്നു. ഈ ദിവസങ്ങളിൽ ചിലരുടെ കണ്ണുകൾ ഒന്ന് തുറന്നു കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങോട്ട് മടങ്ങി വരാം. കാര്യം അതാണ് ഏറ്റവും പ്രധാനമായി ഇന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, അതും കൂടെ വായിച്ച് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ അതാണ്. യേശു കർത്താവ് വന്നു. കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും കർത്താവ് വന്നു. വായിച്ചാട്ട് 11-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. മതി. ശീമോൻ പത്രോസ് അഗൈൻ മുൻപിൽ വന്ന് ഈ വലയെല്ലാം കൂടെ വലിച്ചു കയറ്റി. എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. കാര്യം ഞാൻ ആ ഭാഗങ്ങൾ 3, 4, 5 പല പ്രാവശ്യങ്ങളിൽ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. യു നോ വൈ? കാര്യം
ഈ മീനെല്ലാം കൂടെ കിട്ടിയപ്പോൾ പുള്ളി എടുത്തൊരു ചാട്ടം വെള്ളത്തിലോട്ട് പിടിച്ച് കയറ്റാൻ ഒന്നിനും പുള്ളി നിന്നില്ല. പുള്ളി വെള്ളത്തിലോട്ട് ചാടി മുങ്ങിക്കളഞ്ഞു. പിന്നെ മറ്റ് ചെറിയ പടകുകൾ കൂടെ വന്നാണ് ഇങ്ങനെ ഒത്തിരി അധ്വാനിച്ചാണ് ഇവരെല്ലാം കൂടെ കഠിനാധ്വാനം ചെയ്ത് വലയെല്ലാം കൂടെ കയറ്റി കരയ്ക്ക് കൊണ്ടുവന്നു. ആ സമയത്തൊക്കെ ഈ ഷിമോൻ പത്രോസ് അവിടെങ്ങുമില്ല. പുള്ളി ഡ്രസ്സിങ് റൂമിലാണ്. കഥ വായിച്ചവർക്കറിയാം. എല്ലാവരും അധ്വാനിച്ച് പടക് എല്ലാം കൊണ്ടുവന്ന് വലിച്ച് കയറ്റി 153 മീനുകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഫോട്ടോ എടുക്കുന്ന സെഷൻ ആയപ്പോൾ പത്രോസ് കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല മിടുക്കനായി ഡ്രസ്സൊക്കെ ചെയ്ത് ടൈയൊക്കെ ഇട്ട് മുൻപന്തിയിൽ നിൽപ്പുണ്ട്. എനിവേയ്സ്, ഞാൻ അതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സ്ഥാനത്ത് നിനക്ക് മാത്രമേ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നെങ്കിൽ സകലതും തക്കതായി സംഭവിച്ചിരിക്കും. പത്രോസിന് വേണമെങ്കിൽ ഒത്തിരി ഒഴിവഴികൾ പറയാമായിരുന്നു. കർത്താവേ, മറ്റുള്ളവരാണ് പടക് പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത്, മറ്റുള്ള ഒത്തിരി പേര് കൂടിയാണ് ഇതൊക്കെ അധ്വാനിച്ചത്. ഞാൻ ആ സമയത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു, ഞാൻ ആ സമയത്ത് മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്നു. എങ്കിലും ഒരു ഒഴിവുകേടും പറയാതെ, യാതൊരു എക്സ്ക്യൂസും പറയാതെ നിൽക്കേണ്ട സ്ഥാനത്ത് ചിലർ നിന്നാൽ വലിയ ഒരു അത്ഭുതം മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണ്. കാര്യം, യേശുവിൻ്റെ വാക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നിൽക്കേണ്ട സ്ഥാനത്ത് ചിലർ നിന്നാൽ അവരുടെ മുൻപിൽ വലിയ വാതിലുകൾ തുറക്കുവാൻ പോകുകയാണ്. ചോദ്യം, നമ്മൾ നിൽക്കേണ്ട സ്ഥാനമേത് എന്ന് നമ്മൾക്കറിയാമോ? മുൻപിൽ നിൽക്കേണ്ടവൻ പിൻപിൽ പോയിരുന്നാൽ അവൻ്റെ സ്ഥാനം മാറി. ഇരിക്കേണ്ട അടുത്തുനിന്ന് മാറി ചാടി ഓടി മുൻപിൽ വന്നാൽ അവൻ്റെ സ്ഥാനം മാറി. വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി, എൻ്റെ വിളിയാലുള്ള ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കി ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ട സമയത്ത് ഇരുന്നാൽ, ചിലരോട് ദൈവം പറയുന്നത് നീ ഇന്ന് മുട്ടേ കുത്തി ഇരിക്കേണ്ട സമയമാണ്. അവർക്ക് സ്റ്റേജും മൈക്കുമാണ് ഇന്ന് പ്രധാനം. ചിലർക്ക് ദൈവം സുവിശേഷീകരണത്തിന്റെ മുൻപിൽ വിളിക്കുമ്പോൾ അവർക്ക് മറ്റു പലതുമാ താല്പര്യം. നിൽക്കേണ്ടിടത്തുനിന്ന് അല്പം മാറി, ആദ്യമേ ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ ശൗൽ പാത്രങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നത് പോലെ, പാത്രങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കേണ്ടപ്പോൾ ചാടിക്കേറി കസേരയിലിരിക്കും. ആ കസേരയിൽ ഇരിക്കേണ്ട മുൻപിൽ വരേണ്ട സ്ഥാനമാകുമ്പോൾ ഒളിച്ച് പാത്രങ്ങളുടെ ഇടയിൽ ഇരുന്നാൽ, പടക് വലിക്കുവാൻ സമയമാകുമ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ, എവിടെയെങ്കിലും തക്ക സമയത്ത് മുൻപോട്ട് വരാൻ കഴിയാതെ പോയാൽ, അവരവരുടെ സ്ഥാനം തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ സ്ഥാനം എന്ത്? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പൊസിഷൻ എവിടെ, ഏത് സ്ഥാനത്ത്, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുകയുമില്ല. പലരും മുൻപിൽ വരുമ്പോൾ മറ്റു പലർക്കും പ്രയാസമാണ്. അവരുടെ സ്ഥാനത്ത് അവർ നിൽക്കട്ടെ. പലരും പിൻപിൽ മാറുമ്പോൾ അല്ല നീ മുൻപിൽ വാ എന്ന് പറയും. നോ, നമ്മളുടെ കാര്യം നമ്മൾക്ക് നോക്കാം. എന്നെ ഏൽപ്പിച്ചത് എവിടെയാണ്? എന്നെ ഏൽപ്പിച്ചെടുത്ത് ഞാൻ നിൽക്കും. നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കുന്നവർ നിന്നാൽ ഞാൻ പറയട്ടെ, ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കും. കമ്മിങ് ബാക്ക് ടു ദിസ്, യേശു കർത്താവ് അവരോട് പറഞ്ഞിരുന്നു വലിക്കുവാൻ. അങ്ങനെ ആ വലയ്ക്കകത്ത് 153 വലിയ മത്സ്യങ്ങൾ വന്നിട്ടും അവിടെ ഒരു അത്ഭുതം നടന്നു. പടകിൽ ഉണ്ടായിരുന്ന ആ വല കീറിപ്പോയില്ല. വായിച്ചിട്ട് അതും കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. അത് ഒരു വലിയ അത്ഭുതമാണ്. 153 വലിയ മീൻ ഉൾപ്പെടെ ആ വലിയ ക്യാച്ച്, ആ വലിയ പിടുത്തത്തിൽ ഒരു അത്ഭുതം നടന്നെങ്കിലും അതിനേക്കാൾ ഒട്ടും വില കുറയാത്ത മറ്റൊരു അത്ഭുതം കൂടെ നടന്നു. വല കീറിപ്പോയതുമില്ല. ഇന്ന് ആദ്യത്തെ അത്ഭുതം പലരുടെയും ജീവിതത്തിൽ നടക്കും. വലിയ മീൻകൂട്ടത്തെ പിടിക്കും. എങ്കിലും രണ്ടാമത്തെ അത്ഭുതം കൂടെ നടന്നെങ്കിലേ അത്ഭുതം പൂർണ്ണമാകുകയുള്ളൂ. പലരുടെയും ജീവിതത്തിൽ മീനെല്ലാം പിടിച്ചു കഴിയുമ്പോൾ അറിയാം ഇവരുടെ വല കീറിപ്പോയി. ഇവരൊത്തിരി അധ്വാനിച്ചു, ഒത്തിരി പ്രവർത്തിച്ചു, വലിയ അത്ഭുതങ്ങൾ ദൈവം ഇവരിൽ കൂടെ ചെയ്തു. എങ്കിലും അവരുടെ ജീവിതം തകർന്നുപോയി, അവരുടെ ആത്മീയം തകർന്നുപോയി, അവരുടെ കാഴ്ചപ്പാടുകൾ തകർന്നുപോയി, അവരുടെ ദർശനം തകർന്നുപോയി, അവരുടെ ജീവിതവും നിത്യതയും തകർന്നുപോയി, അവരുടെ കുടുംബജീവിതം തകർന്നുപോയി, അവരുടെ പലതും തകർന്നുപോയി. എന്ന് അത്ഭുതം പൂർണ്ണമാകണമെങ്കിൽ മീൻ പിടിച്ചത് മാത്രമല്ല, വല കീറാത്തതും ഒരു അത്ഭുതമാണ്. ആ വല കീറാത്തതിൻ്റെ പിൻപിലെ രഹസ്യം പറയാം എന്താണെന്ന്. യേശു കർത്താവ് അവർക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അത് കാണുവാൻ ചിലരുടെ കണ്ണുകൾ തുറക്കണം. ഇന്ന് ഏറ്റവും പ്രധാനമായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന അതാ, ചിലരുടെ കണ്ണുകൾ തുറന്നേ മതിയാകും. യേശു കർത്താവിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എപ്പോഴാണ്? ഗത്സമന തോട്ടത്തിൽ ഇതാ കാൽവറി ക്രൂശിലേക്ക് കയറുന്നതിന് മുൻപേ, സകല ലോകത്തിൻ്റെയും പാപം താൻ ഏറ്റെടുക്കുന്നതിന് മുൻപേ ഗത്സമന തോട്ടത്തിൽ വെച്ച് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കിക്കളയണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം മാത്രം നടക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച യേശു കർത്താവിൻ്റെ അടുക്കൽ സ്വർഗം ഒരു ദൂതനെ അയച്ചു.
എന്തിനാണെന്നറിയാമോ? ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പറയട്ടെ, വല കീറിപ്പോകാതിരിക്കാൻ. പിശാചിന്റെ പരിശ്രമം എങ്ങനെയെങ്കിലും തൻ്റെ ശരീരത്തെ തകർത്ത് കളയുക. കാൽവറി ക്രൂശിൽ പോകാതെ ആ ശരീരത്തെ തകർത്ത് കളയുക. കാര്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശാപമായി തീരുന്നവൻ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപേ ഈ വലയൊന്ന് പൊട്ടിച്ചു കളഞ്ഞാൽ, ഈ ശരീരം ഒന്ന് തകർന്നു പോയാൽ, ഈ ജീവൻ ഒന്ന് അസ്തമിച്ചു പോയാൽ ദൈവത്തിന്റെ പദ്ധതികൾ നടക്കുകയില്ല. ആ വല തകർന്നു പോകാതെ, ആ ശരീരം തകർന്നു പോകാതെ ദൈവം പറഞ്ഞു, നോ, ഈ സമയം ഈ വല നശിച്ചു പോകാതെ, തകർന്നു പോകാതെ, പൊട്ടിപ്പോകാതെ, ഈ സമയം ഇവന്റെ ഈ ശരീരം ദ്രവത്വം കാണാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ട ഈ ശരീരം, രക്തം, വിയർപ്പ് തുള്ളികൾ, രക്തം അവിടെ ഒഴുകിയ ആ സമയം ഹൃദയം പൊട്ടിത്തെറിച്ച് മാറുവാൻ, ശരീരം തകർന്നു പോകുവാനുള്ള അവസരങ്ങൾ മുൻപിൽ കാണുമ്പോൾ ദൈവം പറയുകയാണ്, നോ, എൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ഈ ശരീരത്തെ ഞാൻ സൂക്ഷിക്കും. ഇന്ന് ചിലരോടുള്ള വാഗ്ദത്തമാ, ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളുടെ മുൻപിൽ അയച്ച് പ്രഭാതമാകുമ്പോൾ തീരത്തിൽ യേശു വന്ന് നിന്നതുപോലെ, ഗത്സമന തോട്ടത്തിൻ്റെ മുൻപിൽ ഇതാ യേശു കർത്താവിനെ ബലപ്പെടുത്തുവാൻ സ്വർഗീയ ദൂതനെ പിതാവ് അയച്ചതുപോലെ ഇന്ന് ചിലർ പ്രാർത്ഥിച്ചോ, ചിലർക്ക് വേണ്ടി ദൈവിക സ്പർശനങ്ങളെ, ദൈവിക സന്ദർശനങ്ങളെ അയച്ച് വല പൊട്ടിപ്പോകാതെ ഒരത്ഭുത ദൈവപ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനായി എൻ്റെ ദൈവം ചിലരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിക്കുകയാണ്. എന്ന് പ്രാർത്ഥിക്കുവാൻ ചിലർ തയ്യാറാകണം. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ, അങ്ങയുടെ അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ, അങ്ങയുടെ നന്മകൾ ഞാൻ അനുഭവിക്കുവാൻ, അങ്ങയുടെ പ്രവൃത്തികൾ ഞാൻ ചെയ്തെടുക്കുവാൻ ഇതാ എന്നെ തന്നെ വിട്ടുതരികയാണെങ്കിലും എൻ്റെ പ്രവൃത്തികൾ കഴിയുന്നതിന് മുൻപേ വല പൊട്ടിപ്പോകാതിരിക്കുവാൻ, ആ അത്ഭുതം അതിന്റെ പൂർത്തീകരണത്തിൽ വരുന്നതിന് മുൻപേ ആ വല പൊട്ടിപ്പോകാതിരിക്കുവാൻ, യേശു കർത്താവിന്റെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ ദൂതനെ അയച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപേ അതിനെ നശിപ്പിച്ചു കളയുവാൻ ഉയരുന്ന എല്ലാ പോരുകളെയും അതിന്റെ എല്ലാ സാധ്യതകളെയും അസ്തമിപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ദൂതനെ അയച്ച്, അല്ല, ഇന്ന് അങ്ങയുടെ സാന്നിധ്യം തന്നെ എനിക്ക് തന്ന് എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഇതാ യേശുവേ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയും. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ദാറ്റ് ഈസ് ദ മിനിസ്ട്രി. വചന ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചെങ്കിലും ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ ഭാഗം ഇതാണ്. സഭയിൽ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന അളവിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാതെ അതിന് മുൻപേ വലയെ പൊട്ടിച്ചു കളയുവാൻ, അതിന് മുൻപേ ശരീരങ്ങളെ തകർത്തു മാറ്റുവാൻ, അതിന്റെ മുൻപേ ജീവിതങ്ങളെ ഒടുക്കി കളയുവാൻ, അതിന് മുൻപേ വിവാഹങ്ങളെ തകർത്തു മാറ്റുവാൻ, അതിന് മുൻപേ കാഴ്ചപ്പാടുകളെ ഉടച്ചു കളയുവാൻ, അതിന് മുൻപേ നിത്യതയിലേക്കുള്ള ദർശനം മാറ്റിയിട്ട് ഈ ഭൂമിയിൽ ഭവനങ്ങളും വയലുകളും തോട്ടങ്ങളും പലതും കൊണ്ടുവരുവാൻ, ദർശനത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റി ആത്മീയ ജീവിതത്തെ തകർത്തുടച്ചുകൊണ്ട് വലയെ പൊട്ടിച്ചുകൊണ്ട് പിടിച്ച മത്സ്യങ്ങൾ മുഴുവൻ നഷ്ടമാകുന്നത് പോലെ, ദൈവം ചെയ്തെടുത്ത പ്രവൃത്തികൾ ശൂന്യമായി തീരുന്നത് പോലെ വ്യക്തി ജീവിതങ്ങളെ തകർത്തു മാറ്റുവാൻ ഉയരുന്ന സകല സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് സഭയായി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നോ 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 എന്ന് ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു. യേശു കർത്താവിന്റെ ശരീരത്തെ ഒന്ന് ബലപ്പെടുത്തിയ ദൂതനെ അയച്ച് ബലപ്പെടുത്തിയതുപോലെ വല പൊട്ടിപ്പോകാതെ ദൈവം ആ വലയെ സൂക്ഷിക്കുവാൻ യേശു കർത്താവ് തന്നെ കടൽ തീരത്ത് നിന്നതുപോലെ ഇന്ന് പകൽക്കാലം അടുത്തൊരു അത്ഭുതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിലേക്ക് കടക്കുവാൻ ഒരു അത്ഭുതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വല പൊട്ടിപ്പോകുകയില്ല. ഒരാമേൻ പറയുവാൻ സാധിക്കുമെങ്കിൽ, അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരാമേൻ പറയുവാൻ സാധിക്കുമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ വല പൊട്ടിപ്പോകാതെ ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കും. ജീവിതങ്ങൾ തകർന്നു പോകാതെ, കാഴ്ചപ്പാടുകൾ തകർന്നു പോകാതെ, സുവിശേഷത്തിനായി ഇറങ്ങിത്തിരിച്ചപ്പോൾ എന്ത് വില മുടക്കി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി ഇറങ്ങിത്തിരിച്ച ചിലർ ഇന്ന് പണത്തിന്റെ പുറകെ ആയിത്തിരിഞ്ഞെങ്കിൽ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകാതെ, തുറമുഖത്ത് നിത്യതയുടെ തുറമുഖത്തെത്തുവോളം എൻ്റെ വല പൊട്ടിപ്പോകാതെ, എൻ്റെ പടക് മുങ്ങിപ്പോകാതെ, എൻ്റെ ജീവിതം അസ്തമിച്ചു പോകാതെ, എൻ്റെ ജീവിതം തകർന്നു പോകാതെ, ആ പ്രവൃത്തി തികയ്ക്കുവോളം ഇതാ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെട്ടു വരുവാൻ, അനുഗ്രഹത്തിലേക്ക് കടക്കുന്നിടം വരെയും അത്ഭുതം വെളിപ്പെട്ടിരിക്കുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സഭയായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നീ പ്രാർത്ഥന ഇവിടെ ഉയരുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ എൻ്റെ ദൈവം റിപ്പയർ ചെയ്യുകയാണ്. ചില ശരീരങ്ങളെ ദൈവം സൗഖ്യമാക്കുകയാണ്. ചില ജീവിതങ്ങളിൽ കാഴ്ചപ്പാടുകളെ തെറ്റിച്ചു കളയുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ പ്രവൃത്തികളെ എൻ്റെ ദൈവം ഇന്ന് ഉന്മൂലനാശം ചെയ്യുകയാണ്. എന്ന് ആരെങ്കിലും തയ്യാറാണെങ്കിൽ ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ചോ. അടുത്ത ചുരുങ്ങിയ ചില നിമിഷങ്ങൾ, 3-4 നിമിഷങ്ങൾ നമ്മളുടെ മുൻപിലുള്ളത്. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. കരങ്ങൾ ഉയർത്തേണ്ടവർ കരങ്ങൾ ഉയർത്തിക്കോ. കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കേണ്ടവർ കരങ്ങൾ അടിച്ച് പ്രാർത്ഥിച്ചോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിച്ചോ. എങ്കിലും വചനത്തിന് ചെയ്തെടുക്കുന്നതിനെ ഇന്ന് അത് പൂർത്തീകരിക്കുവാൻ പ്രാർത്ഥനയിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി എൻ്റെ സാമ്പത്തികത്തെ, എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ വിവാഹത്തെ, എൻ്റെ സ്വസ്ഥതയെ, എൻ്റെ നന്മകളെ, എൻ്റെ അനുഗ്രഹങ്ങളെ അത് തകർത്തു മാറ്റി, എങ്ങനെയെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിനെ തകർത്തു മാറ്റി, എൻ്റെ ജീവിത അനുഭവങ്ങളെ തകർത്തു മാറ്റി, എന്നിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തികൾ അതിൻ്റെ പൂർണ്ണതയിൽ വരുത്താതെ, എന്നെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ആരോഗ്യത്തെ,
എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെയെങ്കിലും തകർത്തു മാറ്റുവാൻ ഉയരുന്ന സാഹചര്യങ്ങളെയും ശത്രുവിനെയും നോക്കി ഇന്ന് സഭയായി ഒരു വാക്ക് വിളിച്ചു പറയുകയാണ്, ഇല്ല, എൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്. യേശു തീരത്ത് നിൽക്കുകയാൽ വല പൊട്ടിപ്പോകുകയില്ല, വല പൊട്ടിപ്പോകുകയില്ല. അനുഗ്രഹത്തിന്റെ ഭാരത്താൽ വല പൊട്ടിപ്പോകുകയില്ല. അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും അളവ് വർദ്ധിച്ചിരിക്കുകയാൽ വല പൊട്ടിപ്പോകുകയില്ല. കാര്യം, ഈ വല പൊട്ടിപ്പോകാതെ എന്നെ താങ്ങുന്ന എൻ്റെ കർത്താവ് എൻ്റെ അരികിലുണ്ട്. ദൂതനെ അയച്ച് ശരീരത്തെ ബലപ്പെടുത്തും, ദൂതന്മാരെ അയച്ച് ശത്രുവിനെ നിഗ്രഹിച്ചു കളയും, ദൂതന്മാരെ അയച്ച് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കും. എൻ്റെ വാക്കിന്റെ മുൻപിൽ കടൽ അടങ്ങിയിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ തിരമാലകൾ അടങ്ങിയിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ കാറ്റ് ഒതുങ്ങിയിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ ശത്രു ചിതറിയിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ ശത്രുവിന്റെ ആയുധം നിഷ്ഫലമായിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ ഇതാ ഒരു സൗഖ്യം വ്യാപരിച്ചിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ സാഹചര്യങ്ങൾ സൗഖ്യമായിരിക്കും, എൻ്റെ വാക്കിന്റെ മുൻപിൽ പലതും സംഭവിച്ചിരിക്കും. എങ്കിലും വാക്ക് വിളിച്ചു പറയുകയാണ്, എന്ന് പകൽക്കാലം വാക്ക് വിളിച്ചു പറയുകയാണ്. നേതൃത്വത്തിൽ കൂടെ നേതൃത്വത്തിന്റെ സ്വഭാവ ഗുണങ്ങളിൽ കൂടെ ആത്മാവിന്റെ പകർച്ചയ്ക്കായി എന്നിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയെ ഒന്ന് റിലീസ് ചെയ്യുവാൻ, ആദ്യത്തെ ചുവട്ടടി എടുത്തു വെക്കുവാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ, യഹോവയെ സേവിക്കുവാൻ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ പ്രാർത്ഥിച്ചോ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ വചനത്തിൽ റിലീസ് ആയി കിട്ടേണ്ട ആത്മീയ അനുഭവങ്ങൾ, ആത്മീയ പ്രവർത്തികൾ ഈ ആലയത്തിന്റെ അകത്ത് മാത്രമല്ല, എന്നത് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ അത് വ്യാപരിക്കുവാൻ, സഭകളിൽ അത് വ്യാപരിക്കുവാൻ ഇതാ കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വല കീറിപ്പോകാതെ ഒരു ദൈവപ്രവർത്തി നടക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ജനം ദൈവിക അനുഭവങ്ങൾ പ്രാപിക്കുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ, വീര്യപ്രവർത്തികൾ കാണുവാൻ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം ഞങ്ങൾക്കായി റിലീസ് ചെയ്തിരിക്കുകയാൽ കടലിന്റെ തീരത്തെ പ്രഭാതമായപ്പോൾ വന്ന് നിന്ന് യേശുവിന്റെ സാന്നിധ്യം പോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. അത് ചിലരുടെ വിദ്യാഭ്യാസത്തെ, അത് ചിലരുടെ ഭാവിയെ, അത് ചിലരുടെ വഴികളെ ഒക്കെയും ശുഭമായി തീർക്കുന്നത് പോലെ ഇന്ന് ആ അനുഗ്രഹത്തിന്റെ മേഘം ഞങ്ങളുടെ മീതെ വന്നിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Thank you Lord. അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ, അങ്ങയുടെ ദാസന്മാർ എന്ന പദവിയിൽ, ഇന്ന് സഭ എന്ന പദവിയിൽ ഞങ്ങൾ നിന്ന് ഈ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും ഹൃദയം ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഹൃദയം ദൈവസന്നിധിയിൽ ഉയർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ മത്സ്യങ്ങൾ 153 വലിയ മീനുകൾ കയറി വന്നിരിക്കുന്ന ഒരു വലിയ അത്ഭുതം പോലെ തന്നെ പടകിൽ വന്നിരിക്കുന്ന മീൻ അത് കർത്താവേ നഷ്ടപ്പെട്ടു പോകാതെ, വല കീറിപ്പോകാതെ സൂക്ഷിക്കുന്ന ദൈവ പ്രവർത്തികൾ ആത്മാവിന്റെ വ്യാപാരത്തിൽ ഉണ്ടാകുവാൻ, ആത്മാവിന്റെ ചലനത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാൽ ഇന്ന് ഞങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, വല കീറുകയില്ല. ഞങ്ങൾ ചെയ്തെടുക്കേണ്ട പ്രവർത്തികൾ തികച്ചിരിക്കും. ഈ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി